ആദ്യം 10 വർഷമായിട്ട് 2000-2010 വരെ 2 ടേമായിട്ട് മുളകുപാട് പഞ്ചായത്തിന്റെ ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്നു. ഒരു ടേം പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. വിശിഷ്ടാതിഥികളായി ഇവിടെ ചടങ്ങിൽ പങ്കെടുക്കുന്ന ഏറ്റവും ബഹുമാനം വഹിക്കുന്ന മുത്തുമാരി, വേദിയിൽ ഭവിഷ്യരായിരിക്കുന്ന പത്മനാഭൻ, ശ്രീ യശോദാദേവി, രമേശൻ, വിദ്യാർത്ഥി പ്രതിനിധി ചെയ്യാൻ എൻ്റെ സഹപ്രവർത്തകർ സംസ്കാര സാഹിത്യങ്ങളുടെ സംസ്ഥാന സെക്രട്ടറിയുമായ ശ്രീ രാഘവൻ തോന്നേര, എനിക്ക് ഇരിക്കാനിടന്ന രഘുവേട്ടൻ, വേദിയിരിക്കുന്ന ബഹുമാന്യരെ, സദസ്സിൽ ഉന്നത വിജയം നേടി അനുമോദനം കേൾക്കാനെത്തിയിട്ടുള്ള വിദ്യാർത്ഥികളെ, മാതാപിതാക്കളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ടവർ, ഒരുപാട് സന്തോഷത്തോടെയും അഭിമാനത്തോടെയുമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത്. കാരണം കാസർഗോഡിൻ്റെ പിലിക്കോടിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ പിലിക്കോട് ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ ഈ കൺഗ്രാജുലേഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. അതിനായി എളിയവരെ തിരഞ്ഞെടുത്തതിൽ സൊസൈറ്റിയോടും സംഘാടകരോടുമുള്ള നന്ദി അറിയിക്കുന്നു. പിലിക്കോട് വരണം, കാസർഗോഡ് വരണം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചപ്പോൾ ഒരുപാട് പ്രോഗ്രാം ഞാൻ ഏറ്റിട്ടുണ്ടായി. പിന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത പോലെ കോരിച്ചൊരിയണം മഴ. അപ്പോൾ എറണാകുളത്ത് നിന്ന് കാസർഗോഡ് വരെ വന്ന് പങ്കെടുത്ത് ഈ ചടങ്ങിന് ശേഷം തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന ഒരു ബുദ്ധിമുട്ട് ഒക്കെ ഓർത്തപ്പോൾ ആദ്യം ഞാൻ മടി പറഞ്ഞു. പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ നാട്ടുകാരായ രാഘവേട്ടനും ഉണ്ണിയും ഇത്രയും മാന്യതയും മര്യാദയും സംസ്കാരവും ഉള്ള ആളുകൾ ജീവിക്കുന്ന നാട് ഒന്ന് വന്ന് കാണണം, നിങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടണം എന്നുള്ള എൻ്റെ ആഗ്രഹമാണ് എന്നെ ഇവിടെ എത്തിച്ചത്. ഈ പ്രദേശത്ത് 35 വർഷമായി പലരും തല്ലിക്കെടുത്താൻ ശ്രമിച്ചിട്ടും കൂടുതൽ കരുത്തോടെ തലയുയർത്തി ശിരസുയർത്തി നമ്മുടെ നാഷണൽ ഹൈവേയിൽ ഇതുപോലെ നിൽക്കുന്ന ഒരു ഫൈൻ ആർട്സ് സൊസൈറ്റി ഇവിടെ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ജനപങ്കാളിത്തം തന്നെ ഇതിൻ്റെ വിശ്വാസ്യതയും സ്വീകാര്യതയും ഒക്കെ ഇവിടെ വിളിച്ചു പറയുന്നുണ്ട്. ആദ്യമായി തന്നെ ആയിരക്കണക്കിന് TV ചാനലും പരിപാടികളും ഒക്കെ മലയാളത്തിൽ കാണുന്ന നിങ്ങൾ കഴിഞ്ഞ 15 വർഷമായി മറിമായത്തിന് തരുന്ന സ്നേഹത്തിനും പിന്തുണയ്ക്കും സപ്പോർട്ടിനും ഒക്കെ ഉണ്ണിയുടെയും രാഘവേട്ടന്റെയും ഞങ്ങളുടെ ടീമിന്റെയും ഒക്കെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. എനിക്ക് ഇവിടെ ഇന്ന് വിജയികളായ വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ഒരു മനുഷ്യന് 70-80 വയസ്സൊക്കെ കിട്ടുന്ന ആയുസ് ദൈർഘ്യത്തിൽ നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്ന ഈ സമയം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ സമയങ്ങളിൽ ഒന്നാണ്. കാരണം സ്കൂളിലേക്ക് പഠിക്കാനായി വീട്ടിൽ നിന്ന് അയക്കുമ്പോൾ നമ്മുടെ മടി കൊണ്ട് നമ്മൾ ചിലപ്പോൾ പ്രാർത്ഥിക്കും, ദൈവമേ
എന്റെ ജീവിതത്തിലെ ഈ 10-12 നശിച്ച കൊല്ലം ഒന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ, നമ്മൾ സ്കൂളിലെത്തുമ്പോൾ നമുക്ക് അവിടെ നിന്ന് പഠിക്കാൻ തരുന്ന പാഠഭാഗങ്ങളും നമ്മുടെ ഇഷ്ടങ്ങൾക്കെതിരുമൊക്കെ വരുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കും, എന്റെ ജീവിതത്തിലെ ഈ 10 കൊല്ലം എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞു പോയിരുന്നെങ്കിൽ. വിദ്യാഭ്യാസ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് ഒരു 20-25 വയസ്സൊക്കെ ആയി, ജീവിത പ്രാരാബ്ധമായി, മക്കളായി, ജീവിതത്തിന്റെ നെട്ടോട്ടം കൊടുക്കുമ്പോൾ ആ പ്രാർത്ഥിച്ച നാവുകൊണ്ട് തന്നെ കണ്ണ് നിറഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കും, ദൈവമേ, എൻ്റെ ജീവിതത്തിലെ ആ മനോഹരമായ കാലഘട്ടം എനിക്കൊന്ന് തിരിച്ചു തന്നിരുന്നെങ്കിൽ, എനിക്കൊരു കെട്ടുപാടുമില്ലാതെ പൂമ്പാറ്റയെ പോലെ യൂണിഫോമൊക്കെ അണിഞ്ഞ് കൂട്ടുകാരെ കൊണ്ട് ആ ബെഞ്ചിലൊന്നിരുന്ന് പഠിക്കാൻ ഒരു ദിവസമെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഒന്ന് തിരിച്ചു തന്നിരുന്നെങ്കിൽ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് തിരിച്ചു പോകാൻ കഴിയാത്ത ഒരു കാലഘട്ടമാണ് നിങ്ങളിപ്പോൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യനെയും ദൈവം വെറുതെ ഈ ഭൂമിയിലേക്ക് അയക്കുന്നില്ല. പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞിന്റെ ഉള്ളിലും വിലമതിക്കാനാവാത്ത ഒരു മാജിക് ഒളിപ്പിച്ചു വെച്ചിട്ടാണ് ദൈവം നമ്മളെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുന്നത്. വിലമതിക്കാനാവാത്ത മാജിക്. ആരും നിസ്സാരക്കാരല്ല. ദൈവം നമ്മുടെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന മാജിക് എന്താണെന്ന് തിരിച്ചറിയാൻ നമ്മുടെ മനസ്സാകുന്ന താക്കോൽ ഉപയോഗിച്ച് തുറന്നു നോക്കി ദൈവം എന്താണോ നമ്മുടെ ഉള്ളിൽ കരുതി വെച്ചിട്ടുള്ളത് എന്ന് കണ്ടെത്തി തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ സ്നേഹിക്കാനും, അതിനെ ആഗ്രഹിക്കാനും, അതിനുവേണ്ടി മോഹിക്കാനും, അതിനുവേണ്ടി പ്രയത്നിക്കാനും ഒക്കെ കഴിയുമ്പോഴാണ് നമുക്ക് ഈ ഭൂമിയിൽ കിട്ടിയ മനോഹരമായ ജീവിതം യാഥാർത്ഥ്യമാക്കി നമുക്ക് തിരിച്ചു പോകാൻ കഴിയുന്നത്. ഡോക്ടറും എഞ്ചിനീയറും മാത്രം രാജ്യത്ത് നിറഞ്ഞതുകൊണ്ടൊരു കാര്യമില്ല. നിങ്ങളുടെ ഉള്ളിൽ കലാകാരനുണ്ട്, കായിക താരങ്ങളുണ്ട്, വക്കീലുണ്ട്, രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്, പ്രധാനമന്ത്രിയുണ്ട്, ഗായകരുണ്ട്. അതുപോലെ സമൂഹത്തിന്റെ വിവിധ മേഖലയിൽ ഉപയോഗപ്പെടുത്തുന്ന മനുഷ്യരായിട്ടാണ് ദൈവം നമ്മളെ പറഞ്ഞയച്ചിരിക്കുന്നത്. അബ്ദുൽ കലാം സാർ പറഞ്ഞതുപോലെ നമുക്ക് സ്വപ്നം കാണാൻ കഴിയണം. ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നമല്ല. സിനിമയിലെ നായകനും നായികയും തമ്മിൽ ഡ്യുവറ്റ് പാട്ടും പാടി മലമുകളിൽ മക്കളായി നമുക്ക് വളരാൻ കഴിയണം. ഞാൻ 2 പേരെ ഒരു വീട്ടിൽ ഒരു പേരിൽ ഇതുവരെ കേട്ടിട്ടുള്ളൂ, ഉമ്മൻചാണ്ടിയും ചാണ്ടി ഉമ്മനും. ഇപ്പോ നമ്മുടെ വേദിയിൽ മാരി മുത്തും മുത്തുമാരിയും.